ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹപിതാവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഈ സ്തുതിഗീതങ്ങളോട് ചേർത്ത് വെച്ച് നമുക്കായിരപ്പാൻ ഈ സമയം സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഈ നിമിഷങ്ങൾക്കായി നന്ദി പറയാം. നാം ഏതാനും സമയം ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുകയും ആ സ്നേഹത്തെ വർണ്ണിക്കുകയും ചെയ്യുന്ന, ആരാധിക്കുകയും ചെയ്യുന്ന, മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിലേക്കാണ് പ്രവേശിക്കുക. ആകയാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വാസത്തോടെ ഈ ആരാധനയിൽ നീ പങ്കെടുത്താൽ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിലൂടെ ഒരു പുതിയ കാര്യം ദൈവം നമുക്കായി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ഇത് വിശ്വാസത്തോടെ നെഞ്ചിൽ ഉറപ്പിക്കണം. ഹൃദയത്തിൽ ഈ വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. എന്തെന്നാൽ കാൽവരിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ അതിക്രമങ്ങൾക്കും വേണ്ടി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാണ് നാം നിൽക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, യെശയ്യാ 53 അതിന്റെ 3ഉം 4ഉം തിരുവചന ഭാഗങ്ങൾ നാം ഇങ്ങനെ കാണുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. അതിന്റെ 5-ാമത്തെ വചനഭാഗം വളരെ ശ്രദ്ധേയമാണ്. തുടർന്ന് നാം കേൾക്കാം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും അവിടുത്തെ സൗജന്യ രക്ഷയാണ്. ആ കാൽവരിയുടെ നെറുകയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉയർത്താം, നമ്മുടെ ചിന്തയെ ഒന്ന് ഉയർത്താം. ക്രൂസിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച ആ ദൈവത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. ആ യേശുവിനെ നമുക്കൊന്ന് ആരാധിക്കാം. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ
രക്ഷിതാവിനെ കാൺക പാപി. യേശുവിനെ കാണാം. യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കീറി മുറിഞ്ച തകർക്കപ്പെട്ട ആ ശരീരത്തെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് അടികളേറ്റത്. അവന്റെ മാംസവും രക്തവും നമ്മുടെ ജീവന് വേണ്ടിയായിരുന്നു അവൻ തകർക്കപ്പെട്ടത്. ദൈവവൈതലേ, എനിക്കും നിനക്കും വേണ്ടിയാണ് അവിടുന്ന് കാൽവറിയിലേറിയത്. പാപം ചെയ്യാതെ നീ പാപത്തെ വെറുത്തുപേക്ഷിച്ച് യേശു വീണ്ടെടുത്ത രക്ഷ യഥാർത്ഥമായി ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തെ യേശുവുമായി രമ്യതപ്പെട്ട് ജീവിക്കുവാൻ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ. ആമേൻ. കാൽകരം ചേർന്നിതാ ആണിമേൽ മുൻപോ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, ചേർന്ന് പാടിക്കേ. രക്ഷിതാവിനെ കാൺക പാപി. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിന്റെ പേർക്കല്ലയോ യേശുവേ. ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ. ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് രക്ഷിതാവിനെ കാൺക പാപി. അപ്പാ, നിന്റെ സ്നേഹം എത്ര വലുതാണ്, ആർക്ക് വർണ്ണിക്കാൻ സാധിക്കും? എന്റെ ദൈവമേ, ഈ മനുഷ്യവംശം മുഴുവനും വേണ്ടി കാൽവരിയിൽ അവിടുന്ന് നിന്ദിക്കപ്പെട്ടു. എന്റെ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തകർക്കപ്പെട്ടു. അപ്പാ, അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷ, സാത്താന്റെ മേലുള്ള വിജയം ഞങ്ങൾ പ്രഘോഷിക്കട്ടെ. എന്റെ കർത്താവേ, അത് സത്യമായി ഞങ്ങൾ നേടിയെടുത്ത് ഈ ലോകത്തിൽ തിന്മകൾക്കെതിരെ പടവെട്ടുവാനുള്ള അഭിഷേക കരുത്ത് ഈ ഗാനത്തിലൂടെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളെയും യേശുവേ നിന്റെ രക്ഷയിലേക്ക് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. കർത്താവേ, ഞങ്ങൾ ചേർന്ന് ആരാധിക്കുകയാണ്. കാൽവരിയുടെ നെറുകയിൽ ഞങ്ങൾ കാണുന്നു രക്ഷിതാവായ ദൈവമേ, ഇതാ ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആരാ
ദൈവത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും പൂർണ്ണമായും യേശുവിലേക്ക് ഉയർത്തി അവന് പകരം വയ്ക്കാൻ മറ്റെന്താണ് നമുക്കുള്ളത്? അവിടുത്തെ സ്നേഹത്തിന് പകരം എന്താണ് നമുക്ക് നൽകുവാനുള്ളത്? എൻ്റെ യേശുവേ, നമ്മുടെ ദൈവത്തെ പോലെ, നമ്മുടെ യേശുവിനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവം വേറെ ഏതാണുള്ളത്? എൻ്റെ യേശുവേ, യേശു മാത്രമാണ് ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്നത്. ആകയാൽ ആ ത്യാഗത്തെ, ആ സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ വാഴ്ത്താം. അവിടുത്തെ ആരാധിക്കാം. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, യേശുവേ, നിന്റെ പേർക്കല്ലയോ തൂങ്ങി നിൻ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങി നിൻ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. രക്ഷിതാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സർവ ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ ദൈവമേ, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയമാണ് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ. 2 ദിനവൃത്താന്തം അതിൻ്റെ 5-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. ദേവാലയത്തിൽ സമൂഹ ശ്രേഷ്ഠരും ഗായകരും ഒരുമിച്ച് പാടിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവ ആരാധന ശുശ്രൂഷ. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന പ്രത്യക്ഷമായ ഒരു വലിയ ശക്തിയുടെ ശുശ്രൂഷയാണ് ഈ ആരാധന ശുശ്രൂഷ. ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ പാടി ആരാധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. തുടർന്ന് അതിന്റെ 14-ാം തിരുവചന ഭാഗം, കൃമിയായ യാക്കോബേ, ഇസ്രായേലരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നമ്മുടെ രക്ഷകൻ. ഈ വിശ്വാസ പ്രഖ്യാപനം നമുക്കുണ്ടാകട്ടെ. ഇത് പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സഹായം, പ്രത്യക്ഷമായ ഒരു സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആകയാൽ വിശ്വാസത്തോടെ സർവശക്തി കേന്ദ്രമായ ആ ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് പാടി സ്തുതിക്കാം. വഴി നടത്തുന്ന, പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ആ അവർണ്ണനീയമായ ദാനത്തെ നമുക്കൊന്നു ചേർന്ന് പാടി സ്തുതിച്ച് സന്തോഷിക്കാം, ആനന്ദിക്കാം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേ നായകാനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേ നായകാനിൻ തിരുനാമം പാവനം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ചേർന്ന് പാടാം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേ നായകാനിൻ തിരുനാമം പാവനം. വിളിച്ചു പാടിക്കേ. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേ നായകാനിൻ തിരുനാമം പാവനം. ആമേൻ. നമ്മുടെ ദുഃഖങ്ങളെല്ലാം നീക്കും, നമ്മുടെ കണ്ണുനീര് മായ്ക്കും. എന്തെന്നാൽ അവൻ സർവശക്തനാണ്. അവൻ കരങ്ങൾ പിടിച്ചിരിക്കുന്നതിനാൽ നാം ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. അവൻ നമ്മെ വഴി നടത്തും. വിശ്വാസത്തോടെ ചേർന്ന് പാടട്ടെ ഞങ്ങളോടൊപ്പം. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. ദുഃഖമില്ലൻ പ്രിയ ദൈവം ആമേൻ. എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ ഇന്നു കാരുണ്യപ്പൂന്തേ നിറയ്ക്കും. കണ്ണീരുമായി ചെന്തയുള്ളിൽ ഹല്ലേലൂയ. കാരുണ്യപ്പൂന്തേ നിറയ്ക്കും. ചേർന്ന് പാടിക്കേ. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഹല്ലേലൂയ. ഓർശലേ നായകാനിൻ
വെളിപ്പാട് 3:8 നാം കാണുന്നുണ്ട്. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ സ്വർഗത്തിൽ തുറന്നിട്ടിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ആകയാൽ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. അവൻ നമ്മുടെ രക്ഷയാണ്. ആ ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് ചേർന്ന് പാടാം. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. 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 സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ നയിക്കും. സ്വർഗത്തിൻ വാതിൽ തുറക്കും, ആമേൻ. എന്നും സത്യത്തിലൂടെ നയിക്കും. അതുകൊണ്ട് നമുക്ക് പാടാം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ചേർന്ന് പാടിക്കേ. കോശലേ നായകാ നിൻ തിരുനാമം പാവനം. വലിയ ആനന്ദത്തോട് പാടാം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. കോശലേ നായകാ നിൻ തിരുനാമം പാവനം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. സന്തോഷത്തോട് പാടാം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. യേശുവേ, കോശലേ നായകാ നിൻ യേശുവേ. തിരുനാമം പാവനം. ചേർന്ന് പാടിക്കേ. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. യേശുവേ, കോശലേ നായകാ നിൻ തിരുനാമം അവൻ ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. ആ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടാമോ? ആ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഞങ്ങളോടൊപ്പം പാടിക്കേ. കോശലേ നായകാ വിശ്വാസത്തോടെ പാടുക. തിരുനാമം അവന്റെ പാവനം. നാമം പരിശുദ്ധമാണ്. നീയല്ലോ നല്ല ഇടയൻ, വഴി നടത്തുന്ന ദൈവം. വഴി കാട്ടും ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നിന്റെ ജീവിതത്തിൽ കോശലേ കർത്താവ് ഇടപെടുന്നു. നായകാ നിൻ ആമേൻ. തിരുനാമം പാവനം. ഹല്ലേലൂയ. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. കോശലേ നായകാ നിൻ തിരുനാമം പാവനം. സ്നേഹസമ്പന്നനായ ദൈവം, വഴി നടത്തുന്ന ദൈവം, യേശുവേ കുറവുകളെ നിറവുകളാക്കുന്ന ദൈവം, എന്റെ ദൈവമേ, ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവം, എന്റെ ദൈവമേ, ആ ജീവിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഏറ്റുപറയാം. യേശുവേ, കർത്താവേ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ആമേൻ.
ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, ഞങ്ങളോടൊപ്പം നീ പ്രാർത്ഥിക്കും. കർത്താവേ, നീ ജീവിക്കുന്ന ദൈവപുത്രനാണ്, മറ്റാരിലുമല്ല, മറ്റാരുമല്ല. അങ്ങാണ് ഞങ്ങളുടെ രക്ഷ, അങ്ങാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ സ്വന്തമാക്കണം. പാപജീവിതത്തെ വെറുത്തുപേക്ഷിച്ച് യേശുവിന്റെ ശക്തിയിൽ നാം ആശ്രയിച്ച് നമ്മെ പരിപാലിച്ച് നടത്തുന്ന ദൈവം, ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ ജീവിതങ്ങളെയും ഭവനങ്ങളെയും ദൈവം കനിഞ്ഞ് സമൃദ്ധമായി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വെളിച്ചം നൽകി നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക ദൈവനാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനം പറയുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആശീർവാദത്തിന്റെ കരം നമ്മുടെ മേൽ വയ്ക്കപ്പെടട്ടെ. അതിനായി നമുക്ക് ശിരസ് നമിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേ